ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. നല്ലൊരു അടിപൊളി ഒരു കിടിലൻ വാൾ ഡെക്കറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർബോണിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനൊരു ഹാഫ് സർക്കിൾ ആയിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കീസിൻ്റെ ഒരു ടിന്നിൻ്റെ മൂടി ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഇതുപോലെ ടിന്നോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഒരു ഹാഫ് സർക്കിളായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് അതൊന്നിങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാർഡ്ബോർഡ് എടുക്കുന്ന സമയത്ത് കുറച്ചൊരു കട്ടിയുള്ളത് തന്നെ നോക്കിയെടുക്കുക. അപ്പോൾ അല്ലാതെ നല്ലൊരു സ്ട്രെങ്ത്ത് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് കുറയുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചൊരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാനിത് ഒരു ഹാഫ് സർക്കിളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജൂട്ട് ത്രെഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാധാരണ ടൈപ്പ് ജൂട്ട് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള നല്ല ടൈപ്പൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത് അത്ര വിലയൊന്നുമില്ല കേട്ടോ. വലിയൊരു ബണ്ടിലിന് 30 റുപ്പീസ് ആയിരുന്നു റേറ്റ്. അപ്പോൾ ഞാനിത് കുറേ യൂസ് ചെയ്തു, അതിൻ്റെ ബാക്കിയുള്ളതാണ്. പക്ഷേ ഇത് കുറച്ചൊരു വണ്ണമുള്ള ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നഷ്ടവുമാണ്. പിന്നെ അത്രക്കൊരു ഭംഗി വരില്ല നമ്മൾ ആ ഒരു വർക്കിന്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നിങ്ങനെ പകുതിയാക്കിയിട്ട് 3 എണ്ണം ആക്കിയിട്ട് അത് വെച്ചിട്ടൊന്നിങ്ങനെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ നമ്മളുടെ ഈ ഒരു ഹാഫ് സർക്കിളിൻ്റെ ആ ഒരു ടിപ്പിലായിട്ട് ഇങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, ആ ഒരു റൗണ്ടായിട്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ബോർഡർ പോലെ ഈ ഒരു ജൂട്ട് ത്രെഡ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിരിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. കാരണം നമ്മളത് അഴിച്ചെടുത്തുകൊണ്ട് തന്നെ കുറച്ചൊന്നിങ്ങനെ ലൂസായിട്ടിരിക്കും. അപ്പോൾ പിരിച്ച് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ആയിരിക്കും നല്ലൊരു ഭംഗി ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു റോ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ തന്നെ നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫെവിക്കോളിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാം. പക്ഷേ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ആ ഒരു വർക്കിൽ എപ്പോഴും ഒരു ഭംഗി തോന്നുന്നത് നമ്മൾ ഈ ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് വർക്കൊക്കെ കംപ്ലീറ്റ് ആവും. പിന്നെ അതുപോലെ ഫെവിക്കോൾ ആണെന്നുണ്ടെങ്കിൽ കുറേ ടൈമൊക്കെ എടുക്കും. പക്ഷേ അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഇങ്ങനെ ജൂട്ട് ത്രെഡൊക്കെ റോൾ ചെയ്യുന്നതിലൊക്കെ ഏറ്റവും ഭംഗി നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ്. കാരണം ആ ഒരു ഫെവിക്കോൾ അങ്ങ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണില്ല. പക്ഷേ ഗ്ലൂ ഗണ്ണ് ആകുമ്പോൾ ഇങ്ങനെ കുറച്ച് പൊങ്ങി ഇരുന്നിട്ട് അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന സമയത്തും വാൾ ഡെക്കർ ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ ആണ് കേട്ടോ. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഫെവിക്കോൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ചില ഐറ്റംസ് ഉണ്ടാവും നമുക്കതിങ്ങനെ ഡ്രൈ ആയിട്ട് ഫെവിക്കോൾ എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, എന്നാൽ വീണ്ടും അത് ഇളകി പോകുന്നതൊക്കെ. ആ ഒരു സമയത്ത് മാത്രം ശരിക്കും നമുക്ക് ഇങ്ങനെ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്താൽ മതി. അല്ലാതെ നമുക്ക് ഈ ജൂട്ട് ത്രെഡ് പിന്നെ അതുപോലെ പേപ്പർ ത്രെഡൊക്കെ ഒട്ടിച്ചെടുക്കാനൊക്കെ ഏറ്റവും നല്ലത് നമുക്ക് ഫെവിക്കോൾ തന്നെയാണ്. അങ്ങനെ നമ്മളുടെ ആ ഒരു ഹാഫ് സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ജൂട്ട് ത്രെഡൊക്കെ ഒട്ടിച്ച് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സെൻറ്ററിലൊക്കെ നമുക്ക് മനസ്സിലാവും കുഞ്ഞ് പീസായിട്ട് ഇങ്ങനെ ഒട്ടിച്ച്. അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തത്. കുറച്ചൊരു ടൈം എടുത്തു, എന്നാലും നല്ലൊരു ഭംഗിയായിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സ്ട്രാ ഉള്ള ഒരു ഭാഗങ്ങളൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നിങ്ങനെ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു ഹാഫ് സർക്കിൾ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ചൊരു ലോക്കൽ ടൈപ്പ് നമ്മളൊരു ത്രെഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിന് കുറച്ചിങ്ങനെ ത്രെഡൊക്കെ ഉണ്ടാവും എക്സ്ട്രാ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ലൈറ്റർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ബേൺ ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ലൈറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻഡിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു പുകയുടെ ഒരു കളർ ഇത് വരും, ഒരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ വരും. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, അതൊരു നല്ലൊരു ഭംഗിയാണ്. എനിക്ക് പേഴ്സണലി ആ ഒരു ജൂട്ട് ത്രെഡിലേക്ക് ആ ഒരു കളറ് നല്ലൊരു ഇഷ്ടമാണ്. അടുത്തായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പീക്കോക്കിൻ്റെ ഫെതേഴ്സാണ്. പീക്കോക്കിൻ്റെ ഫെതേഴ്സ് എന്ന് പറയുമ്പോൾ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ? കാരണം ഭയങ്കര ഒരു ഭംഗിയാണല്ലോ അതിൻ്റെ ആ ഒരു കളറും അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഭയങ്കര ഒരു ഭംഗി തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ഒരു പ്രത്യേക ഒരു നൊസ്റ്റാൾജിക് ഒരു ഫീലാണ് നമുക്ക് പീക്കോക്കിൻ്റെ ഫെതർ എന്ന് പറയുമ്പോൾ. നമുക്ക് അത്ര കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ടൈപ്പ് ഫെതറല്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓർമ്മയുണ്ട്, ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ആ ഒരു ത്രെഡ് മാത്രമൊക്കെ ഇങ്ങനെ തരും അതിൻ്റെ. എന്നിട്ട് ഞാനത് എനിക്ക് ഓർമ്മയുണ്ട് ബുക്കിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കുന്നത്. കാരണം ഭയങ്കര ഒരു കളറല്ലേ, ഒരു നല്ലൊരു ബ്ലൂവും നല്ലൊരു ഗ്രീനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പീക്കോക്കിൻ്റെ ഫെദറായിട്ട് എന്തെങ്കിലും നൊസ്റ്റാൾജിക്ക് ഓർമ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ അത് ഈ പീക്കോക്കിൻ്റെ ഫെതേഴ്സ് ഇഷ്ടമുള്ളവരും അതിൽ കയ്യിൽ ഈ ഒരു കളക്ഷൻ ഉള്ളവരൊക്കെ ഒന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇത്രയും പീക്കോക്കിൻ്റെ ഫെതേഴ്സ് എവിടെ നിന്നാണ് കിട്ടിയതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് അടിക്കാതെ നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഞാൻ ആ പീക്കോക്കിൻ്റെ ഫെതറിൽ കുറച്ചൊരു ലെങ്ത് ആയിട്ട് ഇങ്ങനെയുള്ള ടൈപ്പൊക്കെ ഞാനിങ്ങനെ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള കുറച്ച് ഫെതേഴ്സ് ഉണ്ട്, അതിലിങ്ങനെ ആ ഒരു പീക്കോക്കിൻ്റെ ഒരു കണ്ണില്ലാത്ത ടൈപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടിപ്പ് മാത്രമല്ല. അപ്പോൾ ആ ഒരു ടൈപ്പും കുറച്ചിങ്ങനെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിലേക്കൊന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
നമ്മൾ ആ ഒരു നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹാഫ് സർക്കിളിൻ്റെ പുറകിലായിട്ടാണ് നമ്മൾ ഈ ഒരു പീക്കോക്കിൻ്റെ ഫെദേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം. പക്ഷേ കുറച്ചധികം ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഫെദേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് സ്റ്റിക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ആ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഈ ഒരു പീക്കോക്കിൻ്റെ ഫെദേഴ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഭാഗം നമ്മൾ ബാക്ക് സൈഡിലായിട്ട് ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു കളറില്ലാത്തൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കാണുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഫെദർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ആ ഒരു ഗ്ലൂയിലേക്ക് നന്നായിട്ട്. കാരണം ഇങ്ങനെ മേലെ നിൽക്കുന്ന സമയത്ത് അത് ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഡ്രൈ ആയിട്ടൊക്കെ പിന്നീട് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഫെദർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വുഡൻ്റെ ഒരു ക്ലിപ്പ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയ സമയത്ത് ഇങ്ങനെ കുറച്ചും കൂടി ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ആ ഒരു ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ബാക്കി കുറച്ചും കൂടെ ഫെദേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന 2 ഫെദേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഓരോ ഗ്യാപ്പിൽ കുറച്ചൊരു ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള ടൈപ്പാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു പീക്കോക്കിൻ്റെ ഒരു കണ്ണിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ആ ഒരു ഗ്യാപ്പിലൂടെ കാണുമല്ലോ. അപ്പോൾ നല്ലൊരു തിക്കായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ കാണാൻ. ആ ഒരു എന്താ പറയുക, ഒരു ജൂട്ട് ത്രെഡിൻ്റെ ആ ഒരു കളറും പിന്നെ ആ ഒരു പീക്കോക്കിൻ്റെ കളറും കൂടെ നല്ല രീതിയിൽ തന്നെ മാച്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പീക്കോക്കിൻ്റെ ഫെദേഴ്സ് ഒട്ടിച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇങ്ങനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ തന്നെ അങ്ങനെ ഹാഫ് സർക്കിളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈറ്റ് പേപ്പർ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കത് ഒട്ടിക്കുന്നതായിരിക്കും ആ ഒരു ഫെദേഴ്സ് ഇങ്ങനെ ഒരിക്കലും ഇളകി പോകാതിരിക്കാനൊക്കെ നല്ലത്. പിന്നെ ഒരു കട്ടിയുള്ള ഇതുപോലൊരു കാർഡ്ബോർഡ് ഒട്ടിക്കുമ്പോൾ നമുക്ക് വാളിലൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും നല്ലൊരു എഫക്റ്റ് കിട്ടും. കാരണം നല്ലൊരു തിക്കായിട്ട് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ കൂടി ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പീക്കോക്കിൻ്റെ ഫെദേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫെദേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു ഗിനി കോഴിയുടെ ഇതൊക്കെ ഉണ്ട്, നല്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ടായിട്ടുള്ള ബ്ലാക്കിൽ. അപ്പോൾ അതുകൊണ്ട് ചെയ്താൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ സാധാ ഡ്രീം ക്യാച്ചറിന് യൂസ് ചെയ്യുന്ന ഫെദേഴ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ കുറച്ചധികം നമുക്ക് വേണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള ഫെദേഴ്സ് കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെറിയൊരു ടൈപ്പ് ഹാഫ് സർക്കിൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പീക്കോക്കിൻ്റെ ഫെദേഴ്സ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടൊക്കെ താഴെയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ തൂക്കിയിടാം, ഡ്രീം ക്യാച്ചറിനൊക്കെ ചെയ്യുന്ന പോലെ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്ക് വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പക്ഷേ ഇങ്ങനെ ഈ ഒരു ഭംഗിയിൽ തന്നെയാണ് വെക്കുന്നത്. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് പീക്കോക്കിൻ്റെ ഫെദേഴ്സ് ഉണ്ട്, ഇനിയും കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഒരു 2 ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഈ ഒരു പീക്കോക്കിൻ്റെ ഫെദർ മാത്രം വെച്ചിട്ട് ഞാനൊരു ഡ്രീം ക്യാച്ചറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ 3ഉം ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ കമൻറ്റിൻ്റെ താഴെ പിൻ ചെയ്തിട്ടിടാം കേട്ടോ. ഒന്ന് കണ്ടിട്ട് നോക്കണേ. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ പീക്കോക്കിൻ്റെ ഫെദേഴ്സ് എൻ്റെ കയ്യിൽ കുറേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അത് വെച്ചിട്ട് എന്ത് ക്രാഫ്റ്റാണ് ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ കാണാൻ പറ്റും ഈ പീക്കോക്കിൻ്റെ ഫെദർ വെച്ചിട്ട് ഒരു വിഷറി പോലെ ഇങ്ങനെ റൗണ്ടായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ നടുക്കൊക്കെ ഇങ്ങനെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഈ ഒരു ജൂട്ട് ത്രെഡൊക്കെ ഒട്ടിച്ച് നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എവിടെ നിന്നാണ് പീക്കോക്കിൻ്റെ ഫെദേഴ്സ് ഇത്രയും കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. ഈ ഒരു ഡ്രസ്സ് എന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ മോളുടെ ഒരു മിഡിയാണ്. അപ്പോൾ ആ മിഡിയുടെ ടോപ്പിൽ ഫുള്ളായിട്ട് ഇതുപോലെ കണ്ണില്ലാത്ത ടൈപ്പ് പീക്കോക്കിൻ്റെ ഫെദറും പിന്നെ അതിൽ ആ ഒരു സ്റ്റോൺസൊക്കെ വെച്ചിട്ട് പീക്കോക്കിൻ്റെ ഒരു ഡിസൈനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ മിഡി ഫുള്ളായിട്ട് ഇങ്ങനെ പീക്കോക്കിൻ്റെ ഫെദർ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്നാണ് ഫുള്ളായിട്ട് പറിച്ചെടുത്തിട്ട് ഡ്രീം ക്യാച്ചറും ബോട്ടിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് അതിൽ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും വേറെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഐഡിയാസൊക്കെ പീക്കോക്കിൻ്റെ ഫെദേഴ്സ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കതൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് ഡബിൾ ടൈപ്പ് സ്റ്റിക്കർ വെച്ചിട്ട് ഇങ്ങനെ ആ വാളിലൊന്നിങ്ങനെ ഒട്ടിച്ചെടുത്തു. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ ആ ഫാനിൻ്റെ കാറ്റൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ പാറിയൊക്കെ ഇരുന്നിട്ട് നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പീക്കോക്കിൻ്റെ ഫെദർ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളത് ആർക്കൊക്കെ നോക്കാം. ഒക്ടോബർ 29 ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബാലുവിനും പിന്നെ ഫാത്തിമ, ആദിൽ, മുവാദ്, ആദിൽ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. പീക്കോക്കിൻ്റെ ഫെദേഴ്സ് വെച്ച് ഞാൻ ചെയ്തിട്ടുള്ള ബാക്കി 3 ക്രാഫ്റ്റിൻ്റെ ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് കമൻറ്റിൽ പിൻ ചെയ്തിട്ടാം. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.